അത് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യമുണ്ടോ? ഓരോന്നും ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചിലരുടെ പേരിൽ കിടക്കട്ടെ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങൾ എല്ലാവരും വിശദമായി തന്നെ ചർച്ച ചെയ്യും. അത് ഏതെങ്കിലും വകുപ്പിൻ്റെ മന്ത്രിമാർ എന്ന നിലയിലല്ല, എല്ലാ ആളുകളും ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും പാർട്ടിക്ക് ഒരു ഇത് കിടക്കട്ടെ എന്ന് വെച്ച് നിങ്ങൾ ചിലർ ചാർത്തി കൊടുക്കുന്നത് മാത്രമല്ല. അതായത് ആ പറയുന്നതിനകത്ത് ഇന്ന പാർട്ടിയുടെ മന്ത്രിമാർ എതിർത്തു എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ലാത്തതാണ്. ക്യാബിനറ്റിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ക്യാബിനറ്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അഭിപ്രായങ്ങളായിട്ടുള്ള വരുമ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. ഈ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട് നൈപുണ്യ വികസന കേന്ദ്രത്തിന് കെട്ടിടവരുടെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുകയാണ്, പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയാണ്. കേരളത്തിൽ അത്തരമൊരു രീതി പരിചിതമുള്ളതല്ല, എന്താണ്? ചില പല രീതികളും ഇപ്പോൾ കേരളത്തിൽ വരുന്നുണ്ടല്ലോ, നമുക്ക് പരിചിതമല്ലാത്ത രീതികൾ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രകടനത്തിൽ ബ്രദർഹുഡ് വരുന്നു, ഇവിടെ നഗരസഭയുടെ ഇതിനകത്ത് ഗഡ്ഗേവർ വരുന്നു. അപ്പോൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പലതും തിരികെ കയറ്റാൻ ഇത്തരം ഘട്ടങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, വിജിലൻസ് അദ്ദേഹത്തെ സഹായിച്ചു എന്നും പ്രഥമ ദൃഷ്ട്യാ അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് തെളിവുണ്ടെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ നിൽക്കല്ലേ, അങ്ങനെ അന്വേഷണം വരെയല്ലേ, അത് അവർക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ എങ്ങനെ നിൽക്കുന്നുള്ള കാര്യം ആദ്യം നോക്കേണ്ടത്. നേരത്തെ തന്നെ നമ്മൾ കണ്ടല്ലോ, ഒരു കൊലപാതകിയെ തൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച പ്രസ്ഥാനം ഏതാ? ഇവിടെ തന്നെ വന്ന പല സംഭവങ്ങളിൽ SFI ആണെന്ന് പറഞ്ഞുകൊടുത്തേക്ക് എവിടെ പോയി നിൽക്കുന്നു? പ്രത്യേക ഒരു മാധ്യമ പരിലാളനം ലഭിക്കുന്നത് കൊണ്ട് കിട്ടുന്നൊരവസരമാണ് അവർക്ക്. ഇപ്പോൾ ലോ സർട്ടിഫിക്കറ്റിൻ്റെ തന്നെ ബിരുദം തെറ്റായി വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിട്ട് എൻറോൾ ചെയ്ത് വന്ന ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലേ? ഏതെങ്കിലും ന്യൂസ് അവർ ചർച്ച ചെയ്തിട്ടുണ്ടോ? താൽക്കാലിക ജോലിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് എത്ര പേജിലാണ് ചർച്ച ചെയ്തത്? ഇത് നിയമബിരുദമുണ്ട് എന്ന് പറഞ്ഞ് എൻറോൾ ചെയ്ത് വാദിച്ച കോൺഗ്രസിൻ്റെ ആളായതുകൊണ്ട് വാർത്ത പോലുമില്ല. അപ്പം നിങ്ങളുടെ ഒരു പരിലാളനം ലഭിക്കുന്നത് കൊണ്ട് പിന്നെ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഈ സംഘടനയിലെ വിദ്യാർത്ഥികൾ അംഗീകരിക്കുന്നത്, അതല്ലേ അവർ മനസ്സിലാക്കേണ്ടത്.